നമുക്ക് ഇൻഷോട്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ഇൻഷോട്ടിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ ഇതാണ്. ഇതിൽ നമുക്ക് ഈ കാണുന്നതിൽ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, അതുപോലെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തത് കൊളാജ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ആണ് ഫ്രണ്ട് സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആദ്യം വീഡിയോ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ അതിനാദ്യം ഈ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്യണം. നമുക്ക് നമ്മുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മളിതൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് വേണ്ട വീഡിയോസുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. അതിൽ ആഡ് ചെയ്ത വീഡിയോസ് നമുക്കിവിടെ ഏറ്റവും ബോട്ടം പോർഷനിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇത് പ്ലേ ആവുക. ഇനി നമുക്ക് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻവാസ് ഓപ്ഷൻ, ഇടതുഭാഗത്ത് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റേഷ്യോ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 1:1, 4:5, 16:9, നമുക്ക് ഏത് ഓപ്ഷനിലാണ് വേണ്ടത്. ഇപ്പോൾ ടിക്ടോക്കിന് 9:16, അതായത് നമ്മൾ മൊബൈലിൽ തിരിച്ചു പിടിക്കുമ്പോഴാണ് 16:9, അതുപോലെ 19:16. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് സൂം ചെയ്യാം, നമുക്ക് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മാക്സിമം ഇതാണ് ഈ വലത് ഭാഗത്ത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് അതിൻ്റെ ഫിറ്റ് സ്ക്രീനായിട്ട് വരും. ഇത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്റ്റഡ് വീഡിയോ അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്, അതാണ് നമുക്ക് വീഡിയോ. ഇത് ഒരു വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ വരുന്ന ഭാഗമാണിത്. അതാണ് അവിടെ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് എല്ലാം കൊടുക്കാൻ സാധിക്കും. അതായത് ഒരു വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് മാറുമ്പോൾ വരുന്ന എഫക്റ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കതിന് മുന്നേ ഈ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ ഫിൽട്ടർ ഓപ്ഷൻ, നമ്മൾ ആദ്യം ഈ ഫിൽട്ടർ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസും മറ്റുമെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അതിലൊരു എഫക്റ്റ് കയറി വന്നു. അതുപോലെ ഒരു നോയ്സ് എഫക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലൊരു നോയ്സ് എഫക്റ്റ് കയറി വരും. ഇപ്പോൾ TV എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എഫക്റ്റ് കയറി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റ് എഫക്റ്റുകളാണ് ബീറ്റ്സ്, ഇതുപോലെ നമുക്ക് ഫ്ലിക്കറിങ് എഫക്റ്റ്, ഒത്തിരി എഫക്റ്റുകളുണ്ട്. ഇനി നമുക്കതിൽ മറ്റ് എഫക്റ്റുകൾ നോക്കാം. ഫയർ എഫക്റ്റ് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് റിബൺ എഫക്റ്റ്, നമുക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇങ്ങനെ എഫക്റ്റുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത് അതിൽ ഫിൽട്ടർ ഓപ്ഷൻ, അതായത് നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കണം, ഒന്നും കൂടിയും അതിൻ്റെ വ്യൂ നമുക്ക് ഒന്നുകൂടി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കതിൻ്റെ ഇത് കൂട്ടാം, റെസൊല്യൂഷൻ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതുപോലുള്ള ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ള. നെക്സ്റ്റ് പിന്നെ അഡ്ജസ്റ്റിൽ നമുക്കതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, അതിൻ്റെ കോൺട്രാസ്റ്റ് വ്യത്യാസങ്ങൾ വരുത്താം. ഇതെല്ലാം വരുത്തി വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് എഫക്റ്റ് ആകും, ഇതിലോട്ട് എഫക്റ്റ് ആയി വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ ഓഡിയോ, നമുക്ക് ഈ ഓഡിയോ വേണ്ട, നമുക്ക് വേറെ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓഡിയോ കട്ട് ചെയ്യാം. ഇതിൻ്റെ വോളിയം കണ്ടില്ലേ, ഈ വോളിയം സെലക്ട് ചെയ്ത് നമുക്ക് ഈ വോളിയം വേണ്ട എന്നുണ്ടെങ്കിൽ ഈ വോളിയം നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാം. ഇനി അതല്ല, ഈ വോളിയം ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യണം, ഇതിപ്പോൾ ഓഡിയോ വീഡിയോ കമ്പൈൻഡ് ആണ്, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാക്ട് ഓഡിയോ കൊടുക്കാം. അല്ലെങ്കിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ആയി കഴിഞ്ഞു. അപ്ലൈ ആയി. ഇപ്പോൾ നമുക്കിതിന് ഓഡിയോ കിട്ടില്ല. ഇതാണ് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. നമുക്ക് ഒരു വീഡിയോ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് മാറ്റം വരുത്താം, അതുപോലെ ഓഡിയോ മാറ്റം വരുത്താം. ഇനി ഇതിലെ മറ്റ് ഓപ്ഷൻസുകൾ എന്താ, നമുക്ക് വേറൊരു ഓഡിയോ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി മ്യൂസിക് ബട്ടൺ സെലക്ട് ചെയ്യുക. ഈ മ്യൂസിക് ബട്ടൺ സെലക്ട് ചെയ്ത് നമുക്കൊരു ട്രാക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേറെ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ മൊബൈലിലുള്ള ഒരു ട്രാക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രാക്ക് നമുക്കിതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ യൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്ക് അതിലോട്ട് വരുന്നതായിരിക്കും. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്ക് ഇതിലോട്ട് വന്നു, കണ്ടില്ലേ. ഇതുപോലെ നമുക്കിതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ
നിങ്ങൾക്ക് വേറൊരു എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ബെൽ എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ബെൽ എഫക്റ്റ് ആഡായി, കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളതിന് ആപ്ലിക്കേഷന് നിങ്ങളുടെ റൈറ്റ്സ് കൊടുത്ത് നമുക്ക് നമ്മുടെ വോയിസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറയുന്നത് ഇതിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ, നമ്മുടെ ഓഡിയോ ഇതിലോട്ട് റെക്കോർഡ് ആകുന്നതാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കൂടി ഇതിലോട്ട് വന്നു ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ കേട്ടില്ലേ? ഇതുപോലെ ഉള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് സൗണ്ടിനെ കുറിച്ച് ഇതിലോട്ട്. ഇതിപ്പോൾ നമ്മൾ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് അൺഡു ആണ്, ഇത് റീഡു ആണ്. നമുക്കിത് അൺഡു ചെയ്യാം. നമുക്കിത് വേണ്ടെങ്കിൽ നമുക്ക് അൺഡു ചെയ്തെടുക്കാം. ഈ വലത് ഭാഗത്ത് ടിക്ക് കൊടുത്താൽ അത് ഓക്കെ ആയിട്ട് ഉള്ളിൽ വരും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വരുന്നത് സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഈ സ്റ്റിക്കർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തു. നമുക്ക് സ്റ്റിക്കറിൻ്റെ വലിപ്പം കൂട്ടാം, സ്റ്റിക്കർ റൊട്ടേറ്റ് ചെയ്യാം, എന്ത് ഓപ്ഷൻ വേണമെങ്കിൽ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റിക്കർ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ ലെങ്ത് ആണ് കാണിക്കുന്നത്. നമുക്കിത് ഈ ഫുൾ വീഡിയോ വരെ വേണം ഈ സ്റ്റിക്കറെങ്കിൽ ഇവിടെ പിടിച്ച് വലത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ ലെങ്ത് ഡ്യൂറേഷൻ കൂടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എത്ര കമ്മിയാക്കണമെങ്കിൽ നമുക്ക് അത്രയും കമ്മിയാക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിൽ സ്റ്റിക്കർ ഓപ്ഷൻ. ഇനി നമുക്കിതിലൊരു നമുക്കൊരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ടെക്സ്റ്റ് വേണ്ടത്. നമുക്കിതിലൊരു ഹലോ ഫ്രണ്ട്സ് എന്നൊരു ടെക്സ്റ്റ് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നിങ്ങൾ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എഡിറ്റ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കളർ മാറ്റം വരുത്താം. നിങ്ങൾക്ക് അതിൽ ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മുകളിൽ കളർ മാറുന്നുണ്ടല്ലേ, നമുക്കതിൽ കളർ മാറാം. ഇനി അതിൻ്റെ ഫോണ്ട്, നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണം നിങ്ങൾക്ക് ആ ഫോണ്ട് സെലക്ട് ചെയ്യാം. അടുത്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ഫോണ്ടിൽ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഫോണ്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കീബോർഡ് പ്രസ് ചെയ്ത് നമുക്ക് വീണ്ടും മാറ്റങ്ങൾ വരുത്താം. അതുപോലെ അതിൻ്റെ കളർ നമുക്ക് വേരിയേഷൻസ് വരുത്താം. കളർ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് കളർ ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഓരോന്നും കൃത്യമായിട്ട്. അതുപോലെ ബോർഡർ, ഇനി അതിനൊരു ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബോർഡർ കൊടുക്കണം. അതുപോലെ ഷാഡോ, നിങ്ങൾക്കൊരു ഷാഡോ ആഡ് ചെയ്യാം. കണ്ടോ? നിങ്ങൾക്ക് അതിനൊരു ഷാഡോ ആഡ് ചെയ്യാൻ സാധിക്കും. എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ നിങ്ങൾക്കൊരു ഷാഡോ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇതിൽ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലാബൽ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒപ്പാസിറ്റീവ് ആണെങ്കിൽ ഇതിപ്പോൾ 100% ആണ്. ഒപ്പാസിറ്റീവ് ആണെങ്കിൽ കുറയ്ക്കാം. ഒപ്പാസിറ്റി കുറയ്ക്കാൻ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഈ ടെക്സ്റ്റ് ഇതിൽ. ഓക്കെ, പിന്നെ വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ആനിമേഷൻ എഫക്റ്റ് ആണ്. ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആനിമേഷൻ എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതുപോലത്തെ ഉള്ളൊരു ആനിമേഷൻ എഫക്റ്റാണ് വരിക. ഇനി അത് സൂം ചെയ്യുന്ന വേറെ രീതിയിൽ വരും. ഇപ്പോൾ ഇൻ ആനിമേഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒത്തിരി ആനിമേഷൻ എഫക്റ്റുകളുണ്ട്. ഇനി ലൂപ്പ് നെക്സ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ആനിമേഷൻ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ വാട്സാപ്പിലെല്ലാം സ്റ്റാറ്റസ് എല്ലാം കൊടുക്കുമ്പോൾ ഇതിലെല്ലാം ഇതുപോലുള്ള ആനിമേഷൻ എഫക്റ്റുകളാണ് എല്ലാവരും കൊടുക്കുന്നത്. അതുപോലെ ഔട്ട് ആനിമേഷനിൽ ഇതിലുണ്ട്. വന്നതിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, ഇങ്ങനെ ഇതിൽ മാറ്റങ്ങൾ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ആനിമേഷൻ എഫക്റ്റുകൾ അതിൽ ആഡായി. കണ്ടില്ലേ? ഇങ്ങനെയാണ് ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്യുക. ഇനി ഫിൽട്ടർ ഓപ്ഷൻ, ഇത് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫിൽട്ടർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലായിരിക്കും ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഇതെല്ലാം കൂട്ടാൻ സാധിക്കും. അതുപോലെ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഗ്ലിച്ച് എഫക്റ്റ് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഗ്ലിച്ച് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രീ കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ട്രിം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ട്രിമ്മിലാണ് കിടക്കുന്നത്. നമുക്കതിന് എത്ര പോർഷൻ, ഇത്രയും പോർഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്രയും പോർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പോർഷൻ മാത്രം കൊടുത്ത് അതിൽ ട്രിം കൊടുക്കാം. അപ്പോൾ അത്രയും പോർഷനായിട്ട് ചെറുതായി. അതുപോലെ അതിൽ അത് സെലക്ട് ചെയ്ത് കട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്യാം. നമുക്കൊരു പോർഷൻ ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ വെച്ച് നമുക്കതിനെ കട്ട് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ 2 പോർഷനായിട്ട് അത് കട്ടായി കഴിഞ്ഞു. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു നടുക്കൊരു പോർഷൻ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് 2 പീസായി. അതായത് നമുക്ക് ഈ ഒരു പീസിൽ നമുക്ക് വേറെ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് കട്ട് ഓപ്ഷൻ. ഇനി സ്പ്ലിറ്റ് ഓപ്ഷനും സെയിം ആണ്. നമ്മൾ വെക്കുന്ന ഭാഗത്ത് സ്പ്ലിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്പ്ലിറ്റ് ആവും, 2 പീസാവും. നമ്മൾ നേരത്തെ കാണിച്ച സെയിം ഓപ്ഷൻ തന്നെയാണ് സ്പ്ലിറ്റ് ഓപ്ഷൻ. ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് നമ്മൾ വേറൊരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഒരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അവിടെ ഒരു കളർ ഗ്രേഡിയൻറ്റ് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ഇതുപോലൊരു ഗ്രേഡിയൻറ്റ് ഷെയ്ഡ് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു ഗ്രേഡിയൻറ്റ് ഷെയ്ഡെല്ലാം കൊടുത്ത് സൂപ്പറായിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ നമ്മളിതിൻ്റെ സ്പീഡ്, നോർമൽ അത് 1x സ്പീഡാണ്. അപ്പോൾ നമ്മളതിൻ്റെ സ്പീഡ് കുറച്ച് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ, സ്പീഡ് ഒരു 2x ആക്കുകയാണെങ്കിൽ, 2x സ്പീഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ആവുന്നതായിരിക്കും. കണ്ടോ, നമ്മളൊരു വീഡിയോ കുറച്ച് സ്പീഡാക്കി കുറച്ച് കമ്മിയാക്കി ഇതുപോലെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ക്രോപ്പാണ്. ക്രോപ്പ് ഓപ്ഷനിൽ നമുക്ക് ഈ വീഡിയോ എത്രമാത്രം വേണമെന്ന് നമുക്ക് ഇതിൽ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്ര മതി, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ വേണ്ട, ഇതിനുള്ള ഓപ്ഷനാണ് ക്രോപ്പ് ഓപ്ഷൻ. കണ്ടില്ലേ. പിന്നെ ഈ നമ്മൾ ഇൻബിൽട്ട് വോളിയം, നമുക്ക് ഈ വീഡിയോൻ്റെ വോളിയം നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ചിടാം, അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. അല്ലെങ്കിൽ വീഡിയോയിലുള്ള വോളിയം തന്നെ അതിൻ്റെ സൗണ്ട് പോരാതെ നമുക്ക് കുറച്ചുകൂടി കൂട്ടി മാക്സിമം സൗണ്ട് കൂട്ടി വയ്ക്കാം. ഇങ്ങനെയല്ല അതുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ്റെ ഈ ലാസ്റ്റ് ടിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു കോപ്പി വേണം നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അതിൻ്റെ സെയിം കോപ്പി കിട്ടി, 2 കോപ്പി നമുക്ക് കിട്ടി. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്, നമുക്ക് ഈ ഒരു ഇതിൻ്റെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിങ് നടക്കുന്നതായിരിക്കും. അതായത് ഇത് ബാക്കിലോട്ട് ചവിട്ടി പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ വളരെ നല്ല സൂപ്പർ വീഡിയോസ് നമുക്ക് ഇതുമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ ഇത്രയും ഓപ്ഷൻസാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് റൊട്ടേറ്റ്, നമുക്കൊരു ക്ലിപ്പിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, ഓക്കെ, ഇതാണ് അതിൻ്റെ റൊട്ടേറ്റ് ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു വീഡിയോ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഇനി നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് ഇതിലൊരു ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ടൊരു ഫോട്ടോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫോട്ടോന് നമുക്ക് എന്തൊക്കെ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് ഫോട്ടോയിൽ അവൈലബിൾ ആണ്. മ്യൂസിക് ആഡ് ചെയ്യാം, സ്റ്റിക്കർ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഫിൽറ്റർ ആഡ് ചെയ്യാം. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2-3 ഫോട്ടോസ് എല്ലാം വെച്ച് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു ബ്ലർ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ബ്ലർ ആക്കിയിട്ട് കൊടുക്കാം. ഇതതിൻ്റെ സ്റ്റിക്കർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഈ ഭാഗത്തുനിന്ന് സ്റ്റിക്കർ വേണ്ടെങ്കിൽ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ കയറ്റാം. നമുക്കൊരു ഇതിനൊരു എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്ത് എഫക്റ്റ് കൊടുക്കാം? ഇപ്പം നമ്മൾ അതിനൊരു സൗണ്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു സൗണ്ട് ഇതുപോലെ ആഡ് ചെയ്യാം. കണ്ടോ, ഇതുപോലെയുള്ള ഓപ്ഷൻസാണ്. വളരെ നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും അതിൻ്റെ ടൂൾസുകൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഓപ്ഷൻ കൊളാജ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കൊളാജ് സെലക്ട് ചെയ്യുക. നമുക്ക് 2-3 ഫോട്ടോസ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് അവൈലബിൾ. നമുക്കിതിൻ്റെ ലേഔട്ട് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ഏത് ലേഔട്ടിലേക്ക് വേണമെങ്കിലും ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്ത് ഇതുപോലെ മാറ്റാം. നിങ്ങൾ ഫേസ്ബുക്കിലും മറ്റും ഇതുപോലെ ആളുകൾ ഫോട്ടോസ് എല്ലാം ഇടുന്നത് കണ്ടിരിക്കും. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന് തന്നെ നമുക്ക് ബോർഡറിൻ്റെ തിക്നെസ് വേണമെങ്കിൽ തിക്നെസ് കൊടുക്കാം. അതുപോലെ കർവ് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ എല്ലാവിധ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്.
കണ്ടില്ലേ, ഇതിൻ്റെ കർവ് കൊടുക്കുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ് ഇതിൽ കൊളാജ് ഓപ്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെയും സ്ക്രീൻ സൈസ്, ഫിറ്റ് സ്ക്രീന് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസാണ് കൊളാജിൽ ചെയ്യാനുള്ളത്. ഇതിന് നമുക്ക് ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കാം. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ അതേ സെയിം എഫക്റ്റുകളെല്ലാം നമുക്ക് ഇതിനും അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഇതിനും കൊടുക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫൈനലി ഇത് അപ്ലോഡ് ചെയ്യാൻ നമുക്കിതെല്ലാം നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമുക്കിത് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ റെസൊല്യൂഷൻ നമുക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. 1080 പിക്സൽ ആണോ, ഏത് റെസൊല്യൂഷൻ 4K റെസൊല്യൂഷനിൽ വേണോ, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫ്രെയിം 30 ഫ്രെയിം പെർ സ്പീഡാണോ 60 ഫ്രെയിം പെർ സ്പീഡാണോ നോക്കി സേവ് ബട്ടൺ അടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയ ശേഷം എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Strong.